ഹായ് ഗായ്സ്, നമ്മൾ ഇന്നൊന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. 7 മണിക്കായി ഏട്ടൻ വന്നതിന് ശേഷമാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അങ്ങനെ മാമിയും ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഇതാ പോകാൻ നിൽക്കുകയാണ്. നമ്മൾ സാധാരണ പോകുന്ന വഴി കൂടെ അല്ല പോകുന്നത്. ബ്ലോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വഴി വന്നതെങ്കിലും കൂടിയിട്ട്, പക്ഷേ ബ്ലോക്കിൻ്റെ പൂരമായിരുന്നു. ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കിട്ടും. എന്നാലും ഹൈലൈറ്റിൻ്റെ അത് അവിടെ ഉള്ള ബ്ലോക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വഴി പോകാതിരുന്നത് കേട്ടോ. അപ്പം 2 ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ മിഠായി തെരുവ് പോകാനായിരുന്നു ഏട്ടൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് ഈ ഒരു വഴി എത്തിയപ്പോൾ ഇത് മാനാഞ്ചിറയിലെ ആ ഒരു പുഴയില്ലേ, അതാണ്. അപ്പോൾ രാത്രി നല്ല ഭംഗിയുണ്ട്, അതാണ് വീഡിയോ എടുത്തത്. അപ്പോൾ ആ വഴി നമ്മൾ അങ്ങോട്ട് എത്തിയില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ സൂര്യ സിൽക്സിലെത്തിയിട്ടോ. ബേബി മെമ്മോറിയലിൻ്റെ അടുത്തുള്ള സൂര്യ സിൽക്സിലെ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഈ 2 ഡ്രസ്സും ഏകദേശം സെയിം കളറാണ് എങ്കിൽ കൂടിയും ഇട്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ അതാണ് എടുത്തത് കേട്ടോ. 2 ഫീഡിങ് ആണ്. ഈ ഡ്രസ്സിന് 200 സംതിങ് ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ വീട്ടിലിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഫസ്റ്റത്തേതാണ് ഞാൻ പുറത്തേക്ക് എടുത്തത് കേട്ടോ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. എനിക്ക് ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ ഒരു കളക്ഷനും ഇല്ലാത്ത പോലെ തോന്നിയത്. ഇപ്പോൾ പക്ഷെ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്. പൈസയുണ്ട്, പൈസ കുറവുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ളതും ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നത്തേതിനേക്കാൾ എന്തായാലും ബെറ്റർ ആയിട്ടുണ്ട്. അന്ന് വന്നപ്പോൾ ഒട്ടും കളക്ഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഫീഡിങ്കാരുടെ ഡ്രസ്സ് എവിടെ ചോദിച്ചാലും പഴയ ഒരു മോഡലൊക്കെയാണ് എടുത്തു തരുന്നത്. നമുക്കെന്താ ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സ് ഇടാനൊന്നും പാടില്ലേ. അപ്പോൾ എവിടെ പോയാലും ഫാഷൻ ഇല്ലാത്ത ഡ്രസ്സുകളാണ് കിട്ടുന്നത്. അതുകൊണ്ട് എവിടെയും പോകാനും മടിയാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞ് ഞാൻ എന്താ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഏട്ടനും മോളും നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ കാറിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഏട്ടൻ 2 സാധനം വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ അവളെ അച്ഛനെ നോക്കി ചിരിക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു. കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, പിന്നെ ഏട്ടൻ 2 പൊറോട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.